രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കുതികാല്, അതായത് ഇവിടെ നമ്മൾ വരുന്ന ഉപ്പുചേട്ടുണ്ട് നമുക്ക് തൊട്ടാൽ അറിയാൻ പറ്റി, ഇതിന്റെ നാടിയെ പിടിച്ചാൽ അറിയാൻ പറ്റും ഈ നാടി. അതായത് നമ്മുടെ ഈ ഭാഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിലെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ കൈയുടെ ഇവിടെ സ്പർശിക്കുന്നത് പോലെ ഇത്രയും സ്പർശിച്ചാൽ ഒരു നാടിയെടുപ്പോ നമുക്ക് അനുഭവപ്പെടും. ഈ നാടിയെടുപ്പാണ് നമ്മുടെ ശരീരത്തിലെ ഹാർട്ടിൽ നിന്ന് ഏറ്റവും ദൂരം ബ്ലഡ് എത്തിക്കുന്ന ഭാവമാണ് ഈ ഭാവം, കാലിന്റെ ഈ ഭാവം. അപ്പൊ ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഹൃദയത്തിലോട്ട് അനായാസം എത്തിക്കുന്നത് ഈ നാടിയുടെ ബലപ്പെടലിലൂടെയാണ്. ഇവിടെ തൊടുമ്പോൾ നമുക്കറിയാം, ഇവിടെ പൾസ് നമുക്കറിയാം. അപ്പം ഇത് ചെയ്യുന്നതിലൂടെ നാടി, ഇവിടുത്തെ നാടി ബലപ്പെടുത്തി ഹാർട്ടിന്റെ പ്രവർത്തനം വളരെ അനായാസം പ്രവർത്തിച്ചു. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുക. രണ്ടാമതൊരു കാര്യം, നമ്മുടെ വീട്ടിലെല്ലാം കുഞ്ഞുങ്ങൾ കാണും. 10 വയസ്സ് അവർക്ക് ആയിട്ടുണ്ടോ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക ഇങ്ങനത്തെ ഈ പഞ്ചാസനത്തിൽ ഇരിക്കുന്ന യോഗ. അങ്ങനെയാണെങ്കിൽ അവരൊരു ഏകദേശം ഒരു 10 വർഷം 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് വളരെ ഈസിയായി പോസ്റ്റ് വയ്ക്കുന്ന നമുക്ക് അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങളും എല്ലാം അവർക്ക് കോൺസെൻട്രേഷനാണ് പഠിക്കുന്ന കാര്യത്തിലെല്ലാം വളരെ ഭൗതികമായ തലങ്ങളും വളർന്നു വരുന്നതിന് ഇടയായിത്തീരും. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു റഷ്യൻ ഡാൻസ്, അതായത് ഇങ്ങനെ അപ്പം അവിടെ വന്നെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 10-20 വയസ്സാകുമ്പോഴത്തേക്ക് ഈ അവസ്ഥ ഈ അവരുടെ ഭൗതിക തലം ചിന്തകളും വളർന്നു വരികയും അങ്ങനെ നല്ല ഉത്തമ പൗരന്മാരായി നാടിനും ഗുണമായിട്ടുള്ളവരായിട്ട് തീരുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ പരീക്ഷിക്കേണ്ടതാണ്. കൂടുതൽ കാര്യങ്ങളുണ്ട്. നാളെ പിന്നീട് വരുന്ന സെഷൻസിലെ ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞ് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മളെ അതിന് ഏറ്റവും ഗുണപ്രദമായ ഒരു ആസനമാണ് ഈ വജ്രാസനം.